വിനായക ചതുർത്ഥിയുടെ അന്ന് ആന്ധ്രയിലുള്ള ആളുകൾ വിനായകനെ പൂജിക്കുന്ന ചടങ്ങാണ് കേട്ടോ ഈ കാണുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ചടങ്ങ് കാണുന്നത്. പക്ഷെ ആ നാടുകളിൽ ഈ ഒരു ചടങ്ങിന് അതിഗംഭീരമായ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. അതും വീടുകളിൽ ഈ ഒരു ചടങ്ങിന് അതിൻ്റേതായ ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അവർ ചെയ്യണത്. അപ്പോൾ അത് ഭഗവാനെ സമർപ്പിക്കുന്ന സാധനങ്ങളാണ് ഈ ഇരിക്കുന്നത്. അവരുടെ ആചാരപ്രകാരമുള്ള പല പൂജാ സാധനങ്ങളും ഇതിലുണ്ട് കേട്ടോ. പിന്നെ അവരുടെ വീടുകളിൽ വെക്കുന്ന ചോറ്, കറി, തോരൻ, പായസം, പലതരം ഫ്രൂട്ട്സുകളും എല്ലാം ഭഗവാനെ സമർപ്പിച്ചതാണ് ഈ കാണുന്നത് കേട്ടോ. അതൊക്കെ ഭഗവാനെ സമർപ്പിച്ചിട്ടുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭഗവാനെ സമർപ്പിക്കണതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉഴുന്ന് വെള്ളത്തിലിട്ട് കുതിർത്തതും അതുപോലെ തന്നെ ശർക്കരപ്പാവിൽ നമ്മുടെ പൊടി കുഴച്ചതാണ് ഈ കാണുന്നത് കേട്ടോ. പിന്നെ അതാ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ തൊട്ടിൽ പോലെ ഞാൻ എടുക്കണുണ്ടല്ലോ, അതിന് പാൽവെള്ളി എന്നാണ് പറയുക. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നമ്മുടെ വീടുകളിലൊക്കെ കിട്ടുന്ന പലതരം ഇലകളും പൂക്കളൊക്കെ ഇട്ട് വെക്കണതാണ് കേട്ടോ. അതിൻ്റെ അടിയിലാണ് നമ്മുടെ ഗണപതി ഭഗവാൻ ഉള്ളത്. ഇത് 3 ദിവസം വെക്കണവരുണ്ട്, 5 ദിവസം പൂജിക്കണവരുണ്ട് കേട്ടോ.